ധീരസൈനികൻ തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട് ഇലന്തൂരിലെ വസതിയിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞ്. കിരൺകുമാറും ശാലിനിയും ചേരുന്നു. കിരൺകുമാർ സെന്റ് പീറ്റേഴ്സ് പള്ളി ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നാണ് ചേരുന്നത്. കിരൺ, സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഉച്ചകഴിഞ്ഞാണ്. ഇപ്പോൾ നിലവിൽ സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെയും ബന്ധുമിത്രാദികളെ കൂടാതെ പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകുമോ? വിവരങ്ങൾ. പ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള മറ്റ് ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തെ കുറിച്ച് തോമസ് ചെറിയാനെ കുറിച്ചുള്ള തങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പള്ളിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ അവസാനമായി കാണാനും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായിട്ട് ഇലന്തൂരിൽ നിന്ന് നിരവധി ആളുകളാണ്, നാട്ടുകാരും ഒപ്പം തന്നെ മറ്റ് രംഗത്തു നിന്നുള്ള ആളുകളടക്കം നിരവധി പേരാണ് ഇങ്ങോട്ട് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചത് മുതൽ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. ഇന്നിപ്പോൾ പള്ളിയിലേക്കും ഈ ശുശ്രൂഷ ചടങ്ങുകൾക്കായിട്ട് ഭൗതികദേഹം എത്തിച്ചതോടുകൂടി തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയിലെ ഈ പൊതുദർശനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് കുര്യാക്കോസ് മാർ ക്ലിമിസ് വലിയ മെത്രോപ്പൊലിത്തയുടെ നേതൃത്വത്തിലുള്ള വൈദികരുടെ സംഘമാണ്. ഈ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും. അവിടെ പിന്നീട് സൈന്യത്തിന്റെ പൂർണ്ണ ബഹുമതികൾ നൽകുന്ന ചടങ്ങുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരം. അദ്ദേഹത്തിന് തൻ്റെ ഇടവകപ്പള്ളിയും വലിയ ആദരം തന്നെയാണ് അർപ്പിക്കുന്നത്. നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികൻ വർഷങ്ങൾക്ക് ശേഷം, 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരികെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വലിയൊരു ആദരം തന്നെയാണ് തൻ്റെ ഇടവകപ്പള്ളിയും സഭ ഒപ്പം നൽകുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറ തന്നെയാണ് ഈ പള്ളിയിലെ മറ്റ് സെമിത്തേരിയിലെ മറ്റ് ഭാഗത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിയുടെ വലതുഭാഗത്ത് ചേർന്നതാണ് ഇദ്ദേഹത്തിന് വേണ്ടി, തോമസ് ചെറിയാന് വേണ്ടി കല്ലറ ഒരുക്കിയിരിക്കുന്നത്. ഇത് പ്രത്യേകം കല്ലറയാണ്. അതിന് സമീപത്ത് മറ്റ് കല്ലറകളൊന്നുമില്ലാതെ പ്രത്യേകമായി തന്നെ തയ്യാറാക്കിയിട്ടുള്ള കല്ലറയാണ് അദ്ദേഹത്തിനായിട്ട് സഭ ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇടവക പള്ളിയുടെ ആദരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന ചടങ്ങാണ്. രാവിലെ മുതൽ തന്നെ ആ ഒരു തിരക്ക് നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്, കാണാൻ സാധിച്ചിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് പല ആളുകൾ അദ്ദേഹത്തെ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ മതപരമായിട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകൾ, ആ ചടങ്ങുകൾ അല്പസമയം കൂടി പുരോഗമിക്കും. ഇപ്പോൾ അദ്ദേഹത്തെ വിവിധ രംഗത്തുള്ള ആളുകളെല്ലാം തന്നെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അത് വലിയൊരു തിരികെ നാട്ടിലേക്ക് എത്തി എന്നുള്ളത് തന്നെ വലിയൊരു അനുഭവം തന്നെയാണ്. ഈ പ്രത്യേകിച്ച് പുതിയ തലമുറ അടക്കമുള്ള ആളുകൾക്ക് ഇത്തരത്തിലൊരു അനുഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവരെല്ലാം തന്നെ മറന്നു തുടങ്ങിയ ഒരു വ്യക്തി അദ്ദേഹത്തെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം, ഇത് വലിയൊരു അനുഭവം തന്നെയാണ് ഒരു പക്ഷേ ഈ നാട്ടുകാർക്ക് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ മായി ബന്ധമുണ്ടായിട്ടുള്ളതും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കഥകൾ കേട്ടു വളർന്നതുമായിട്ടുള്ള ഒരു തലമുറയിലെ പല ആളുകളും അദ്ദേഹത്തെ ഇപ്പോൾ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി കിരൺ, തുടരുക. ശാലിനിയിലേക്ക് കൂടി പോവുകയാണ്. ശാലിനി, ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചിരിക്കുകയാണ്. അനുസ്മരണവും പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഇപ്പോഴും അവിടേക്ക് പലരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയുമാണ്. ആരോഹിണി, അത് തന്നെയാണ് 56 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും യാത്ര തിരിച്ചു പോയ അദ്ദേഹത്തിനെ അവസാനമായി കാണാനുള്ള ഒരു തിരക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവസാന അനുശോചനം അറിയിക്കാനുള്ള ഒരു തിരക്ക് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇവിടെ പള്ളിയിൽ
പള്ളിയിലേക്ക് വലിയ രീതിയിൽ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. ഒരു പക്ഷേ വീട്ടിലേക്ക് എത്തിയതുപോലെ തന്നെയുള്ള ഒരു തിരക്ക് പള്ളിയിലും തുടരുകയാണ്. ഒരു പക്ഷേ ഈ ഇടവകയിലുള്ളവർ മാത്രമല്ല, അതിന് പുറത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അദ്ദേഹത്തിനൊപ്പം പഠിച്ചവരുണ്ട്, അദ്ദേഹത്തിന്റെ ജൂനിയറായി പഠിച്ച ആളുകളുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇവിടെയും ഒരുപക്ഷേ ഈ ഒരു സെന്റ് പീറ്റേഴ്സ് ചർച്ച് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയയപ്പ് ഒരു വ്യക്തിക്കും ഒരു പക്ഷേ ഈ പള്ളി അങ്കണത്തിൽ ലഭ്യമായിട്ടുള്ളതിനേക്കാൾ വലിയൊരു യാത്രയയപ്പാണ് പള്ളി നൽകുന്നതും. ഒപ്പം തന്നെ അത് ഏറ്റുവാങ്ങാനായി അല്ലെങ്കിൽ അത് സ്വീകരിക്കാനായി അത് കാണാനായി ഒക്കെ ഇവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന് അവസാന യാത്രയ്ക്കായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയും അന്ത്യവിശ്രമത്തിനും ഒക്കെ ആയുള്ള കല്ലറയാണ്. ഈ പള്ളിയുടെ തൊട്ട് വലതുഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സാധാരണ എല്ലാ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കുമായിട്ടുള്ള സെമിത്തേരി ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെ ഒന്നുമല്ലാതെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് പള്ളിയോട് ചേർന്ന് തന്നെ ഒരു വിശിഷ്ട കല്ലറ തന്നെ അദ്ദേഹത്തിനായി ഒരുക്കണമെന്നുള്ളതായിരുന്നു പള്ളിയുടെ ആഗ്രഹം, ഇടവകയുടെ ആഗ്രഹം. ആ ആഗ്രഹം അവര് കുടുംബത്തോട് പറയുകയും അത് സബലീകരിക്കുന്ന കാഴ്ചകൾ കൂടിയാണ്. ഈ ഒരു സംഭവം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ അറിയിപ്പ് കുടുംബത്തിൽ എത്തിയപ്പോഴും പള്ളിയിലേക്ക് അറിയിപ്പ് എത്തിയപ്പോൾ തന്നെ അവർ ആ ഒരു അംഗീകാരം പള്ളിക്ക് വേണ്ടി പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി 56 വർഷങ്ങൾക്ക് മുൻപ് ഇതേ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയുടെ ഭാഗമായവൻ, പള്ളിയിൽ കൊയറുപാടിയ തോമസ് ചെറിയാൻ, ആ തോമസ് ചെറിയാന് വേണ്ടി അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകി തന്നെ വേണം അദ്ദേഹത്തിന് ഇടവക കൂടി യാത്ര അയക്കാൻ എന്നുള്ളൊരു തീരുമാനമായിരുന്നു പള്ളി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പള്ളിയോട് ചേർന്ന് തന്നെ ഒരുപക്ഷെ ഒരു 10 അടി പോലും ദൂരെ അല്ലാതെ പള്ളിയിൽ നിന്ന് എപ്പോഴും കാണാൻ കഴിയുന്ന രീതിയിൽ അത്തരത്തിലൊരു വിശിഷ്ട കല്ലറ അദ്ദേഹത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ആ കല്ലറയിലേക്കാണ് അദ്ദേഹത്തിനെ അല്പസമയത്തിനകം എത്തിക്കുക. അതിനു മുൻപ് തന്നെ ഇപ്പോൾ പള്ളിക്കുള്ളിൽ പൊതുദർശനം നടക്കുന്നുണ്ട്. പള്ളിയിലുള്ളവർക്ക് മാത്രമല്ല, പുറത്തുനിന്ന് എത്തുന്നവർക്കൊക്കെ അവസാനമായി അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുമുള്ള സൗകര്യം ഇടവക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ തന്നെ പുറത്തേക്ക് എടുക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭൗതികദേഹം ഇവിടെ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലുണ്ട്. ആ പന്തലിലേക്ക് എത്തിക്കും. അവിടെയാണ് സൈനിക ബഹുമതികൾ നൽകുക. ആ സൈനിക ബഹുമതികൾ നൽകിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം നേരെ എത്തിക്കുന്നത് ഈ കല്ലറയിലേക്കാണ്. 2:30 ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2 മണിയോടുകൂടി അവസാന മതപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ശുശ്രൂഷ ചടങ്ങുകളെല്ലാം തന്നെ പള്ളിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് വൈദികർ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൂർണ്ണമായും സൈനികർക്ക് നൽകും. അതിനുശേഷം സൈന്യം നൽകുന്ന എല്ലാ രീതിയിലുള്ള പൂർണ്ണ ആദരവും അദ്ദേഹത്തിന് ഈ പള്ളി അങ്കണത്തിൽ വെച്ച് തന്നെ നൽകും. അതിനുശേഷമായിരിക്കും 2:30 സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഈ പള്ളി അങ്കണത്തിൽ നടക്കാൻ പോകുന്നു. ഒരുപക്ഷെ മുൻപെങ്ങും ഈ പള്ളിയിൽ ലഭ്യമാകാത്ത അല്ലെങ്കിൽ ലഭ്യമായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു യാത്രയയപ്പ് പള്ളി ഇടവകയിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ധീരപുത്രന് വേണ്ടി നാട് നൽകുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഒരുക്കിയിരിക്കുന്ന കല്ലറയ്ക്ക് മുൻപിലെത്തി പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിതുമ്പുന്നവരുണ്ട്, ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നവരുണ്ട്. അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വൈകാരികമാണ്. കാരണം ചില അമ്മമാരും മുത്തശ്ശിമാരൊക്കെ കണ്ണ് നിറഞ്ഞ് കരയുന്ന അല്ലെങ്കിൽ അലറിക്കരയുന്ന കാഴ്ചകൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു വിലാപയാത്ര ആരംഭിച്ചത് മുതൽ ഇങ്ങ് പത്തനംതിട്ടയിലെത്തി ഇലന്തൂരിൽ ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും നാടിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിനായി ജയ് വിളിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനാ മന്ത്രങ്ങൾ പറയുന്നവരുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി ത്രിവർണ്ണ പതാക ഉയർത്തി അവസാന യാത്രയയപ്പ് നൽകുന്ന അല്ലെങ്കിൽ അവസാന സല്യൂട്ട് നൽകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വിപുലമായ അല്ലെങ്കിൽ ഒരു നാട് എങ്ങനെയാണോ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകേണ്ട ആ യാത്രയയപ്പ് ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനത എന്നുള്ളതാണ്. 56 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ നിന്ന് അവസാനമായി പോകുന്നു. അതിനുശേഷം അദ്ദേഹം തിരികെ എത്തില്ല അല്ലെങ്കിൽ തിരികെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഇരിക്കുന്നൊരു കാലത്ത് ഒരു പക്ഷേ ദൈവം കൊണ്ടുവരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ഈ പള്ളി അങ്കണത്തിലുള്ളവർ അത് ആ ഒരു അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തെ കാണുന്നത്. കാരണം ഇവിടെ വന്ന് അന്ത്യവിശ്രമം കൊള്ളണം തോമസ് ചെറിയാൻ എന്നുള്ളത് വിധിയാൽ എഴുതപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ഓരോരുത്തരും അനുശോചന പ്രസംഗത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വന്ന് ജനിച്ച മണ്ണിലും ജന്മനാട്ടിലും വന്ന് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ കല്ലറയ്ക്ക് സമീപത്തായി മറ്റൊരു വിശിഷ്ട കല്ലറയിൽ അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി ഒരുങ്ങുകയാണ്. എന്തായാലും ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുകയാണ്. 2:30 സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗികമായി നടക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും പറയാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് വൈകാരികമായി. സൈനികൻ തോമസ് ചെറിയാന് അന്ത്യാഞ്ജലി അർപ്പിച്ച ജന്മനാട് ഇലന്തൂരിലെ വസതിയിൽ ആയിരങ്ങളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ചിൽ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനിയും കിരൺകുമാറും.